പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വകബി. ഞാൻ ആഷിഖ് ജോയ്. ആസ് യൂഷ്വൽ, ലെറ്റ് us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum, de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് നമ്മുടെ ഇടയൻ എന്ന് പറയുമ്പോൾ ഞാൻ കർത്താവിൻ്റെ ആടാണോ ചെമ്മരി ആടാണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കർത്താവ് എൻ്റെ ഇടയനാകണമെങ്കിൽ ഞാൻ കർത്താവിൻ്റെ ആടായിട്ട് മാറണം. അപ്പോൾ ഈശോ സിസ്റ്റർ ജിൻസ്റ്റൂർ കോലാൻഡിനോട് കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈശോയുടെ ചെമ്മരി ആട് ആയിട്ട് നമുക്ക് എങ്ങനെ മാറാം, അല്ലെങ്കിൽ എങ്ങനെയുള്ള സ്വഭാവമുള്ളവരാണ് യഥാർത്ഥത്തിൽ ഈശോയുടെ ചെമ്മരി ആട് എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ഈശോയുടെ ചെമ്മരി ആട് എങ്ങനെയാവാം എന്നാണ് ഈശോയുടെ വളരെ വ്യക്തമായിട്ട് ഈശോ പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു അപകടകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു, ജപമാല ചൊല്ലുന്നു, ഈശോയ്ക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പക്ഷേ അവസാനം മരിച്ചു കഴിയുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് പറഞ്ഞാൽ കാര്യം തീർന്നില്ലേ? അപ്പോൾ എന്താണ് പ്രശ്നം? ഈശോ ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു സ്പിരിച്വൽ ലൈഫ് ആയിരിക്കത്തില്ല നമ്മൾ നയിച്ചിട്ടുണ്ടാവുക. അപ്പോൾ പലരും വൈകാരികതയുടെ പുറത്ത് ആത്മീയ ജീവിതം നയിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് പേരുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മിക്കവരും കരിസ്മാറ്റിക് ധ്യാനം കൂടിയിട്ടാണ് ഈശോയെ അറിഞ്ഞത്. അതായത് കൺവെൻഷൻ ഹാളിൽ അല്ലെങ്കിൽ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നല്ല ഹൈ വോളിയത്തിൽ സ്പീക്കർ ഇട്ട് അവിടെ ധ്യാനഗുരു ഉച്ചത്തിൽ സ്തുതിക്കാൻ വേണ്ടി പറയുമ്പോൾ ഈ വന്നിരിക്കുന്ന 10,000-2000 ആൾക്കാർ ഒന്നിച്ച് സ്തുതിക്കുമ്പോൾ ഇവർക്കൊരു വൈകാരിക അനുഭവത്തിൽ നിന്നും ഇവർക്ക് തോന്നുന്നു ഇവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന്. കയ്യൊക്കെ ഇങ്ങനെ ഷെയ്ക്കാവും, ചിലപ്പോൾ കണ്ണീന്ന് കണ്ണുനീര് വരും, ഭയങ്കര. അപ്പോൾ ഈ ഒരു ഹൈ വോളിയത്തിൽ സ്പീക്കറിൽ പാട്ട് പാടി സ്തുതിച്ച് ഇതെല്ലാം കഴിയുമ്പോഴേക്കും ആ ധ്യാനം കഴിയുമ്പോൾ ഇവർക്ക് തോന്നുവാണ് ഇവർ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു എന്ന്. എന്നാൽ ദ വെരി സെയിം ഡേ വീട്ടിൽ പോയി ഭർത്താവിനും മക്കൾക്കും അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുടുംബത്തിൽ പോയി കഴിയുമ്പം അവരുടെ വായിൽ നിന്ന് വരുന്നത് ഭാഷാപരമല്ല. പിന്നീട് അവർ മറ്റുള്ളവരോട് പെരുമാറുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ പോലെയല്ല. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു എന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നത് മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിന്നുമാണ്. വൈകാരിക തലത്തിലുള്ള ആത്മീയത ആവുമ്പോഴാണ് നമ്മൾ ഈശോയുടെ കുഞ്ഞാടല്ലാതായി മാറുന്നത്. കാരണം മരിച്ചു കഴിയുമ്പോൾ ഈശോ പറയും, നീ ഈ പ്രാർത്ഥിച്ചത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താണ്? ഇവർക്ക് ഇടവകയിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും എപ്പോഴും ഇവരെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം. അതായത് ഞാൻ നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ്, ഞാൻ നന്നായിട്ട് വചനം പ്രവേശിക്കുന്ന ആളാണ്, ഞാൻ നന്നായിട്ട് ആരാധന ലീഡ് ചെയ്യുന്ന ആളാണ്, ഞാൻ നന്നായിട്ട് ജപമാല ലീഡ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് വികാരി അച്ഛൻ എന്നെ വേണം എപ്പോഴും വിളിക്കാൻ, ലീഡ് ചെയ്യാൻ. വിളിച്ചില്ലെങ്കിൽ അതോട് കാര്യം തീർന്നു. പിന്നെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലും വരില്ല, പിന്നെ പാട്ട് പാടത്തില്ല. പ്രശ്നമായി, നിരാശയായി, വിഷമമായി. ആൾക്കാരുടെ പ്രീതി കിട്ടാൻ, വികാരി അച്ഛൻ്റെ പ്രീതി കിട്ടാൻ, ബിഷപ്പിൻ്റെ പ്രീതി കിട്ടാൻ, പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ആൾക്കാരുടെ പ്രീതി കിട്ടാൻ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഒരു ആത്മീയനാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കൂട്ടരെ കാണിച്ചു കൂട്ടും. ഇങ്ങനെയുള്ള ആൾക്കാരാണ് മരിച്ചു കഴിയുമ്പോൾ ഈശോ പറയുന്നത്, ഓക്കെ നീ 2000 കുർബാന കൂടി, പക്ഷെ എത്ര കുർബാന എന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് നീ കൂടി, എത്ര കുർബാന നീ ആൾക്കാരെ കാണിക്കാൻ, ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന വ്യക്തിയാണെന്ന് കാണിക്കാൻ നീ കൂടി. പലപ്പോഴും പള്ളികളിൽ കാണുന്ന രംഗം ഇതാണ്. പുതിയ വികാരച്ചന്മാരും വരുന്ന സമയത്ത്, പുതിയ വികാരച്ചന്മാരും പള്ളിയിൽ ചാർജ് എടുക്കുന്ന സമയത്ത് ആ ഒരു ആഴ്ച 2 ആഴ്ച ഇതുവരെ പള്ളിയിൽ വരാത്ത ആൾക്കാർ വരും. കാരണം അച്ഛനെ കാണിക്കാൻ ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. അപ്പം എന്നെ പറയുമ്പോൾ അവർ ഇങ്ങനെ നോക്കിയാണ് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയത്തില്ല, ഞാൻ നിങ്ങളെ അറിയുകയില്ല, പോ, ദൂരെ മാറിപ്പോ എന്ന്. അത് വളരെ അപകടം പിടിച്ചത്. അപ്പം നമ്മൾ പോകുന്ന ട്രാക്ക്, ആത്മീയതയുടെ ട്രാക്ക് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലാണ് പോകുന്നത് എന്ന് ഈശോയുടെ പറഞ്ഞു തരികയാണ്. അപ്പോൾ സിസ്റ്റർ ജിൻസൂർ കോലാൻഡിന് ഈശോ നൽകിയ സന്ദേശം, 6ാമത്തെ സന്ദേശം, ഈശോയുടെ വാക്കുകളാണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും നല്ലത് ഒരു മാർപ്പാപ്പയെയോ ഒരു രാജാവിനെയോ ഒക്കെ പോലെ നേതാവാകാൻ നിൽക്കാതെ എൻ്റെ ചെമ്മരിയാട് ആവുകയാണ്. എൻ്റെ ചെമ്മരിയാട് എന്നാൽ ഈശോ പറയാണ്, ഈ ചെമ്മരിയാടിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ്: ശുദ്ധമായ നിഷ്കളങ്കത, സമൃദ്ധമായ കരുണ,
അചഞ്ചലമായ ക്ഷമ, യഥാർത്ഥ അനുസരണം, സ്വീകാര്യമായ പരിഹാര പ്രവൃത്തികൾ എന്നിവ ഉണ്ടായിരിക്കുക എന്നതാണ്. ഇനി ഈശോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെല്ലാം ഡെഫിനിഷൻ പറയുകയാണ്. ശുദ്ധമായ നിഷ്കളങ്കത എന്നാൽ ലാളിത്യത്തിൻ്റെ ജീവിതം നയിക്കുക എന്നതാണ്. ഹൃദയത്തിൽ ആരെയും വേദനിപ്പിക്കാതിരിക്കുക, അവരെ വെറുക്കുകയോ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ അവരുടെ വസ്തുക്കൾ അപഹരിക്കാതിരിക്കുകയോ ചെയ്യുക. ഇതാണ് ശുദ്ധമായ നിഷ്കളങ്ക എന്നതുകൊണ്ട് ഈശോ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു ജീവിതമാണ് ശുദ്ധമായ നിഷ്കളങ്ക ജീവിതം. അങ്ങനെയുള്ളവർ എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ചേർക്കപ്പെടാൻ യോഗ്യരാണ്. രണ്ടാമതായിട്ട് സമൃദ്ധമായ കരുണ. സമൃദ്ധമായ കരുണ എന്നാൽ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ഭൗതികവുമായ ദാനങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്നതാണ്. ഇപ്പം നമുക്ക് എന്തൊക്കെ ഈശോ തന്നോ ആത്മീയവും ഭൗതികവുമായിട്ടുള്ളതെല്ലാം അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതാണ്. മദർ തെരേസ പറയുന്ന ഒരു കാര്യമുണ്ട്, കൊടുക്കുമ്പോൾ അറിഞ്ഞു കൊടുക്കണം. 1,00,000 രൂപയിൽ നിന്ന് 1000 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു വേദന ഉണ്ടാവത്തില്ല. എന്നാൽ ഒരു 10,000 കൊടുക്കുമ്പോൾ നമ്മുടെ ചങ്ക് പൊള്ളും. അപ്പം അറിഞ്ഞ് കൊടുക്കണം. അപ്പം നമ്മുടെ ആത്മീയവും ഭൗതികവും, ആത്മീയമായിട്ട് നിങ്ങൾക്ക് ഈശോ അറിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുക. ഭൗതികമായിട്ട് നിങ്ങൾക്കൊരു കാറ് തന്നു, നിങ്ങൾ കുർബാനയ്ക്ക് പോവാണ്, പോണ വഴിക്ക് കുർബാനയ്ക്ക് പോകുന്ന ആ കുടുംബത്തെയും കൂടെ നിങ്ങളുടെ കാറിൽ സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾ കയറ്റുക. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ല നമ്മൾ സഹായിക്കുക. അചഞ്ചലമായ ക്ഷമ എന്നാൽ ആരെങ്കിലും നിങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ നിങ്ങൾക്കെതിരായി സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ആ സഹനത്തിന് പ്രതികാരം ചെയ്യാതെ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ്. യഥാർത്ഥമായ അനുസരണം, ഈശോ പറയുകയാണ്, യഥാർത്ഥമായ അനുസരണം എന്നാൽ നിങ്ങളുടെ എല്ലാ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നതാണ്. അതിന് എളിമ ആവശ്യമാണ്. കാരണം ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുക. അപ്പോൾ ഈശോ പറയുകയാണ്, എന്താണ് യഥാർത്ഥമായ അനുസരണം? യഥാർത്ഥമായ അനുസരണം എന്ന് പറഞ്ഞാൽ ദൈവഹിതം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഈശോ തുടരുകയാണ്, അഹങ്കാരികൾ എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ പെടുന്നില്ല. സ്വീകാര്യമായ പരിഹാരം, ഈശോ പറയുന്നുണ്ടല്ലോ സ്വീകാര്യമായ പരിഹാരം. അതിനർത്ഥം ഈശോ പറയുകയാണ്, സ്വീകാര്യമായ പരിഹാരം എന്നാൽ നിങ്ങളുടെ പാപങ്ങൾക്ക് ചേരുന്ന പരിഹാരം ചെയ്യുക എന്നതാണ്. നന്മ മാത്രം ചെയ്യുകയും തിന്മ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന നീതിമാനായി ഭൂമിയിൽ ഒരുവൻ പോലും ഇല്ല. അതുകൊണ്ട് സ്വീകാര്യമായ പരിഹാരം എന്നാൽ ആത്മാർത്ഥമായ അനുതാപം തന്നെയാണ്. ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് മനസ്തപിക്കുകയും ഇനി ഒരിക്കലും ആ പാപങ്ങൾ ചെയ്യില്ല എന്ന ദൃഢമായ തീരുമാനം എടുക്കുകയുമാണ് വേണ്ടത്. ഇതാണ് സ്വീകാര്യമായ പരിഹാര പ്രവൃത്തികൾ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മളെടുക്കുന്ന ഉപവാസവും പ്രായശ്ചിത്ത പ്രവൃത്തികളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന് പറയാൻ നമുക്ക് ആർക്കും പറ്റും. പക്ഷേ നമ്മൾ ഈശോയുടെ ആടാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈശോ പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും. നമ്മൾ ഈശോയുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണോ ജീവിക്കുന്നത്, അതോ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണോ? നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ കുർബാനയ്ക്ക് പോകുന്നതും ജപമാല ചൊല്ലുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും എല്ലാം ഈശോയെ പ്രതി നമ്മൾ ചെയ്യുന്നതാണോ, അതോ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? ഇത് നമ്മൾ ഒന്ന് പുനർവിചിന്തനം ചെയ്യുക, ഈശോയുടെ ആടായിട്ട് മാറുക. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria, gracia plena, Dominus tecum, benedicta in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christore.